പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന കേരളത്തിലെ CPM-ൻ്റെ ഒരു ലെജൻഡറി ലീഡറായിരുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ 5 വർഷം ജോലി ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സുവർണ കാലഘട്ടമായി ഞാൻ കരുതുന്നു. വി എസ് കേരളത്തിൽ നടത്തിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്താണ് എന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ചെയ്തത് എന്താണെന്ന് നമുക്കറിയാം. മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ നടത്തിയത് എന്താണെന്ന് നമുക്കറിയാം. അദ്ദേഹം നിർഭാഗ്യവശാൽ മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ വിട്ടുപിരിഞ്ഞു പോയി. പക്ഷേ അദ്ദേഹം കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിലും പൊതുസമൂഹത്തിലും അദ്ദേഹം നടത്തിയ ചില അടയാളപ്പെടുത്തലുകൾ ഇന്നും ഉജ്ജ്വലമായി തിളങ്ങി നിൽക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ എന്ന് ഞാൻ അഭിമാനത്തോടു കൂടി അവകാശപ്പെടുന്നു. അദ്ദേഹം പോയ വഴിയിലൂടെ സഞ്ചരിക്കാൻ ഞാൻ ഓരോ ദിവസവും എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അതൊക്കെ പറയുമ്പോഴും ഈ വി എസ് അച്യുതാനന്ദൻ്റെ ശിഷ്യൻ എന്ന് എന്നെ കണക്കാക്കാനാണ് എനിക്ക് താല്പര്യം. വി എസ് അച്യുതാനന്ദൻ്റെ ഒരു നേരവകാശിയെന്നോ അല്ലെങ്കിൽ വി എസ് അച്യുതാനന്ദൻ്റെ പിന്മുറക്കാരനെന്നോ എന്നെ അടയാളപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ സ്ഥാനത്തേക്കൊന്നും ഞാൻ വന്നിട്ടില്ല, എനിക്ക് വരാൻ കഴിയുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ സുഹൃത്തുക്കളെ, എനിക്കിന്ന് ഈ വീഡിയോയിൽ കൂടി എൻ്റെ പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വി എസിന് ഒരു പിന്മുറക്കാരനെ കണ്ടുപിടിക്കാൻ, ഒരു പിന്മുറക്കാരനെ കണ്ടെത്താൻ, വി എസ് നമ്മളെ വിട്ടുപോയെങ്കിലും വി എസിൻ്റെ ഒരു പിന്മുറക്കാരൻ നമ്മുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്നു എന്ന് പറയാനും ആ പിന്മുറക്കാരൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. വി എസിൻ്റെ പിന്മുറക്കാരൻ ആര്, അല്ലെങ്കിൽ വി എസിൻ്റെ അനന്തരാവകാശി ആര് എന്നൊക്കെ സംബന്ധിച്ച് ഞാൻ ഒരു കാര്യം പറയാൻ പോകുമ്പോൾ എൻ്റെ പ്രേക്ഷകർക്ക് ചിലപ്പം ഒരല്പം ടെൻഷൻ തോന്നിയേക്കാം. അത് അങ്ങനെ ഒരാളോ, കുറച്ച് സസ്പെൻസും ഒക്കെ തോന്നിയേക്കാം. സുഹൃത്തുക്കളെ, എനിക്ക് വി എസിൻ്റെ പിന്മുറക്കാരൻ ആയി, വി എസിൻ്റെ അനന്തരാവകാശിയായി എൻ്റെ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കാനുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെയല്ല, ഒരു കോൺഗ്രസ്സുകാരനെയാണ്. അതും ഒരുപക്ഷെ എൻ്റെ പ്രേക്ഷകർക്ക് ഒരല്പം ഞെട്ടൽ ഉളവാക്കിയേക്കാം. എന്നാൽ ഞാൻ പറയുന്നു, വി എസിൻ്റെ പിന്മുറക്കാരനെന്നും വി എസിൻ്റെ അനന്തരാവകാശിയെന്നും ഞാൻ കരുതുന്ന ആ വ്യക്തി ഒരു കോൺഗ്രസ്സുകാരനാണ്. ആ വ്യക്തി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 70 വയസ്സ് കഴിഞ്ഞൊരു മനുഷ്യനാണ്. വി എസിനെ പോലെ അത്ര ആരോഗ്യ ദൃഢഗാത്രനൊന്നുമല്ല, പല അസുഖങ്ങളും അദ്ദേഹത്തെ അലട്ടുന്നുണ്ട്. പക്ഷേ 70 വയസ്സ് എന്ന് മാത്രമല്ല, ഒരു വളരെ ദുർബലനായ ഒരു മനുഷ്യനാണ്. കണ്ടാൽ ഒരു ഊതൂതിയാൽ താഴെ വീഴും എന്ന് നമുക്ക് തോന്നുന്ന പോലെ ഒരു ദുർബലനായിട്ടുള്ള 70 വയസ്സ് കഴിഞ്ഞ, പല രോഗങ്ങളും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ്സുകാരനായിട്ടുള്ളൊരു മനുഷ്യനെയാണ് വി എസിൻ്റെ പിന്മുറക്കാരൻ അല്ലെങ്കിൽ വി എസിൻ്റെ അനന്തരാവകാശി എന്ന് ധൈര്യത്തോടു കൂടി എനിക്ക് എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ളത്. ആ വ്യക്തിയുടെ പേരാണ് ശ്രീമാൻ RS ശശികുമാർ. അദ്ദേഹത്തിന് ഇന്നലെ VD സതീശൻ സർക്കാർ ഒരു താമ്രപത്രം നൽകി. ആ താമ്രപത്രം എന്താണെന്നറിയാമോ? കേരള സർവകലാശാലയിൽ ഒരു സിൻഡിക്കേറ്റ് മെമ്പർ സ്ഥാനം. ആ താമ്രപത്രം അത് യഥാർത്ഥത്തിലുള്ളതായിരുന്നോ അതോ അദ്ദേഹത്തിനെ പരിഹസിക്കായിരുന്നോ എന്നുള്ള കാര്യമൊക്കെ ഞാൻ ഈ വീഡിയോയുടെ അവസാനമാകുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയാം. പക്ഷേ വി എസിന് അനന്തരാവകാശി അല്ലെങ്കിൽ വി എസിൻ്റെ പിന്മുറക്കാരൻ എന്ന് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയുന്ന RS ശശികുമാറിനെ ആ സ്ഥാനത്തേക്ക് ഉയർത്താൻ എന്നെ പ്രേരിപ്പിച്ചത് ഈ രോഗാതുരനായിട്ടുള്ള ഈ മനുഷ്യൻ, ഊതിയാൽ പോലും താഴെ വീഴും തോന്നുന്ന ഈ മനുഷ്യൻ കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന വീറുറ്റ, ഇടതടവില്ലാത്ത, അൺറിലെൻഡിങ്ങും അൺകോംപ്രമൈസിങ്ങുമായിട്ടുള്ള സമരങ്ങളാണ്. നമുക്കറിയാമല്ലോ, വി എസിനെ വ്യത്യസ്തനാക്കിക്കൊണ്ടിരുന്നത് എന്താ? വി എസിനെ വ്യത്യസ്തനാക്കിക്കൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് വി എസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വിട്ടുവീഴ്ചയില്ലാത്ത അചഞ്ചലമായിട്ടുള്ള സമര പോരാട്ടങ്ങളായി. അവിടെയാണ് RS ശശികുമാർ എന്ന് പറഞ്ഞ ഈ മനുഷ്യനും
വ്യത്യസ്തനാവുന്നതും ആ മനുഷ്യനെ ഞാൻ VS-മായി താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. സുഹൃത്തുക്കളെ, എനിക്ക് ഓർമ്മയുണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, ഏത് വർഷമാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണെന്ന് തോന്നുന്നു, യൂണിവേഴ്സിറ്റി കോളേജിൽ SFIക്കാരുടെ ഒരു പീഡനവുമായി ബന്ധപ്പെട്ട് ഒരു കുട്ടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്താണ് ശ്രീ RS ശശികുമാറൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് RS ശശികുമാറിൻ്റെ നേതൃത്വത്തിൽ ഒരു സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി നിലവിൽ വരുന്നു. ആ കമ്മിറ്റി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടത്തിയിട്ടുള്ള ഐതിഹാസികമായിട്ടുള്ള സമരങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത്. അതിൻ്റെ വിശദാംശങ്ങൾക്ക് ഞാൻ വരാം. ഞാൻ പക്ഷേ യഥാർത്ഥത്തിൽ ഈ RS ശശികുമാറുമായി ബന്ധപ്പെടുന്നത് ആ സമയത്തല്ല, അതിനേക്കാൾ മുമ്പ് എനിക്ക് തോന്നുന്നത് PS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴായിരുന്നു തോന്നുന്നു. യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു നിയമന കുംഭകോണമുണ്ട്. നൂറുകണക്കിന് CPMകാർക്ക് അനധികൃതമായി കേരള യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റൻ്റ് നിയമനം കൊടുത്തതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഞാൻ അദ്ദേഹത്തെ VSൻ്റെ കാലഘട്ടം മുതൽ തന്നെ ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെടുന്നു. ആ ബന്ധം ഇപ്പോഴും ഊഷ്മളമായി തന്നെ നിൽക്കുന്നു. ഇപ്പം ബഹുമാനത്തിലൂന്നിയ ഒരു ബന്ധമാണ് എനിക്ക് ശശികുമാറുമായിട്ടുള്ളത്. അപ്പോൾ അന്ന് മുതൽ തന്നെ അദ്ദേഹം ഒരു പോരാളിയാണ്. അതിനു മുമ്പും അദ്ദേഹം ഒരു പോരാളിയായിരുന്നു എന്നാണ് അദ്ദേഹത്തെ അതിനു മുമ്പുള്ളവർ അടയാളപ്പെടുത്തുന്നത്. പക്ഷേ ഞാൻ VSൻ്റെ കാലഘട്ടത്തിലാണ് ഈ ശശികുമാർ സാറുമായിട്ട് ബന്ധപ്പെടുന്നത്. അന്ന് മുതൽ അചഞ്ചലമായിട്ടുള്ള പോരാട്ടങ്ങൾ ഒരു ദിനചര്യയായ ഒരു വേ ഓഫ് ലൈഫാക്കി മാറ്റിയ ഒരു മനുഷ്യനാണ് RS ശശികുമാർ എന്ന് എനിക്ക് പറയാൻ കഴിയും. അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണ് എന്നുള്ളതും എന്നെ അത്ഭുതപ്പെടുന്നു. കാരണം കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിക്കകത്ത് ഇതുപോലെയുള്ള അചഞ്ചലമായ സമരം നടത്തുന്ന ആൾക്ക് എന്താണ് സ്ഥാനമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു. ആ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തെ സിൻഡിക്കേറ്റ് മെമ്പർ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അതും ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. എന്നാൽ സുഹൃത്തുക്കളെ, അദ്ദേഹം ഈ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അദ്ദേഹം കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടത്തിയിട്ടുള്ള അചഞ്ചലമായിട്ടുള്ള പോരാട്ടങ്ങൾ, അതിൻ്റെ രൂപീകരണ സമ്മേളനത്തിൽ ഞാനുണ്ടായിരുന്നു. പിന്നീട് ഞാനതിൻ്റെ പ്രവർത്തനമായിട്ട് അധികം സഹിക്കാൻ പോയിട്ടില്ല, കാരണം നമ്മൾ വേറെ പ്രവർത്തനങ്ങളായിരുന്നു. പക്ഷേ അദ്ദേഹം അതിനുശേഷം ആ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള സമരമുണ്ട്. അദ്ദേഹം പ്രീ ഡിഗ്രി ബോർഡിനെതിരായിട്ടുള്ള സമരത്തിലാണ് ആദ്യം സമര പോരാട്ട രംഗത്തേക്ക് വരുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പറയും. അതിനുശേഷം അദ്ദേഹം VC-മാരുടെ യോഗ്യത സംബന്ധിച്ചിട്ടുള്ള കാര്യം, VC-മാരുടെയും സിൻഡിക്കേറ്റുകളുടെയും വഴിവിട്ട നടപടികളുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, നിയമം ലംഘിച്ച സർവകലാശാലകളിലെ അധ്യാപക നിയമനങ്ങൾ, AKG സെൻറ്റർ ഭൂമി കൈയേറ്റം, സർവകലാശാലയിലെ സർക്കാർ ഇടപെടൽ, ചില റിട്ടയേർഡ് ജഡ്ജിമാരുടെ കാക്കപിടുത്തവുമായി ബന്ധപ്പെട്ട വിഷയം, വ്യാജ ഗവേഷണം, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ദുരുപയോഗം മുതൽ ഒരു പിടി വിഷയങ്ങളിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള അചഞ്ചലമായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് എവിടെയാ സുഹൃത്തുക്കളെ നമുക്ക് കേരളത്തിൽ ഒരു സമാനത കണ്ടുപിടിക്കാൻ കഴിയുക? അദ്ദേഹം എല്ലാ മേഖലകളിലൊന്നും പ്രവർത്തിച്ചില്ല, ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ മേഖലയിലാണ് പ്രവർത്തിച്ചത്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ പിണറായി സർക്കാരിനെതിരെ അദ്ദേഹം നടത്തിയിട്ടുള്ള നിസ്തുലമായിട്ടുള്ള പോരാട്ടം, എത്ര വിഷയങ്ങളിലാണ് അദ്ദേഹവും ജോർജ് പൂന്തോട്ടം എന്ന് പറഞ്ഞ പ്രഗത്ഭനായ അഭിഭാഷകനോട് ചേർന്ന് പിണറായി വിജയനെ മുട്ടുകുത്തിച്ചത്. എത്രയോ വിഷയങ്ങൾ, അതിനെക്കുറിച്ച് തന്നെ ഒരു 3-4 വീഡിയോകൾ നമുക്ക് വേണം ചെയ്യാൻ കഴിയും. അങ്ങനെ പിണറായി വിജയൻ സർക്കാരിനെതിരായി അചഞ്ചലമായ പോരാട്ടങ്ങൾ നിരന്തരമായി നടത്തിക്കൊണ്ടുവന്ന ഒരു എല്ലാ അർത്ഥത്തിലുമുള്ള ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ ഒരു പോരാളിയാണ് ശ്രീമാൻ RS ശശികുമാർ. RS ശശികുമാർ ഈ പോരാട്ടം പിണറായി സർക്കാരിനെതിരെ തുടർന്നു ചെയ്തുകൊണ്ടിരുന്നു. സ്വാഭാവികമായും UDF സർക്കാർ വരുമ്പോൾ അദ്ദേഹം ഈ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഈ കമ്മിറ്റി പിരിച്ചുവിടും, UDF സർക്കാരിൻ്റെ ഭാഗമാകും എന്നൊക്കെ കരുതിയവർക്ക് തെറ്റി. അദ്ദേഹം ആ ക്യാമ്പയിൻ കമ്മിറ്റി പിരിച്ചുവിട്ടില്ല. അദ്ദേഹം ആ ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള പോരാട്ടം UDF സർക്കാർ വന്നപ്പോൾ അദ്ദേഹം തുറന്നു. UDF സർക്കാരിൻ്റെ ചില തെറ്റായ നയങ്ങളെയും അദ്ദേഹം എതിർത്തു. അപ്പോൾ ഒരു പ്രതിപക്ഷ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അദ്ദേഹം LDF സർക്കാരിനെതിരെ തുറന്ന നടപടികൾ അദ്ദേഹം UDF സർക്കാർ വന്നപ്പോഴും തുറന്നു. സുഹൃത്തുക്കളെ, ഞാനൊക്കെ എന്നെപ്പോലുള്ള ആളുകൾക്ക് വിശ്വസിച്ചിരുന്നത് അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇത്രയും അചഞ്ചലമായിട്ടുള്ള, എനിക്കൊന്ന് പ്രതിപക്ഷ നേതാവ് പോലും ഈ RS ശശികുമാർ നടത്തിയ അത്ര പോരാട്ടം നടത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലൊന്നും ഒരനക്കവും VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ചെയ്തിരുന്നു എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും UDF സർക്കാർ വരുമ്പോൾ പിണറായി സർക്കാരിനെതിരെ RS ശശികുമാർ നടത്തിയിട്ടുള്ള നിസ്തുലമായിട്ടുള്ള പോരാട്ടങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഉന്നതമായിട്ടുള്ള ഒരു സ്ഥാനം കൊടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഞാൻ എൻ്റെ ഭാര്യയും അദ്ദേഹവുമായി വളരെ അടുത്ത ബന്ധം ആണുള്ളത്. ഞാൻ എൻ്റെ ഭാര്യയോട് ഞാൻ പറയുകയായിരുന്നു, അദ്ദേഹത്തെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ വൈസ് ചെയർമാനാക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്.
അതിനുള്ള എല്ലാ യോഗ്യതയുമുള്ള ആളാണ്. പിണറായി വിജയനെതിരെ നിരന്തരമായി സമര പോരാട്ടങ്ങൾ നടത്തിയ ഒരാളാണ്. പക്ഷേ അത്ഭുതകരമെന്ന് പറയട്ടെ, ആ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പരിഗണിച്ചില്ല. സത്യം പറഞ്ഞാൽ എനിക്കൊക്കെ വളരെ മനോവ്യഥയും വളരെ ഹൃദയഭേദകമായി തോന്നി. ആ സ്ഥാനത്തേക്ക് വന്ന ആളാരാണ്? അദ്ദേഹത്തിൻ്റെ പേരാണ് ഡോക്ടർ അച്യുത് ശങ്കർ എസ് നായർ. അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ്. പക്ഷേ അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് വരാൻ എന്താണ് യോഗ്യത എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹത്തിന് വിദ്യാഭ്യാസ യോഗ്യതയോ അല്ലെങ്കിൽ എന്തൊക്കെ കാണുമായിരിക്കാം. പക്ഷേ ആ യോഗ്യതയുള്ളവരാണോ ആ സ്ഥാനത്ത് വരേണ്ടത്? UDFിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നയങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഒരാളല്ലേ ആ സ്ഥാനത്ത് വരേണ്ടത്? ആ സ്ഥാനത്ത് വരാൻ സർവ്വഥാ യോഗ്യനല്ലായിരുന്നു RS ശശികുമാർ. പക്ഷേ RS ശശികുമാറിനെ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കാതെ കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി സർക്കാരിനെതിരെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു മുരടനക്കം പോലും നടത്താതിരുന്ന ഒരു ശാസ്ത്രജ്ഞനായിട്ടുള്ള അച്യുത് ശങ്കർ കയറി വന്നു. അത് സ്വാഭാവികമാണല്ലോ. പിണറായി സർക്കാരിനെതിരെ സമരം ചെയ്തവരൊക്കെ ചവിറ്റുകൂട്ടയിലേക്ക് പോവുകയും പുത്തൻകൂറ്റുകാർ ആ സ്ഥാനത്തേക്ക് വരികയും ചെയ്യുന്നത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അതതിൻ്റെ വഴി നടക്കട്ടെ. അച്യുത് ശങ്കർ അവിടെ വന്നു. RS ശശികുമാർ സാറിനെ ആ സ്ഥാനത്തേക്ക് പരിഗണിച്ചില്ല. പക്ഷേ RS ശശികുമാറിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അദ്ദേഹത്തിന് പ്രശ്നമല്ല. അദ്ദേഹത്തിന് പോരാട്ടമാണ് അദ്ദേഹത്തിൻ്റെ വേ ഓഫ് ലൈഫ്. അദ്ദേഹത്തിൻ്റെ ജീവിത രീതി, ജീവിത ശൈലി എന്ന് പറഞ്ഞാൽ പോരാട്ടമാണ്. അദ്ദേഹം ആ പോരാട്ടവുമായി ബന്ധപ്പെട്ട് തുടർന്നു. അവസാനം ഇപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാവോ? അദ്ദേഹത്തെ കേരള യൂണിവേഴ്സിറ്റിയിലെ ഒരു സിൻഡിക്കേറ്റ് മെമ്പറായി നിയമിച്ചിരിക്കുന്നു. സുഹൃത്തുക്കളെ ഒന്ന് ആലോചിച്ച് നോക്കൂ. വൈസ് ചാൻസലറായി നിയമിക്കേണ്ട ഒരു മനുഷ്യനെ ക്ലർക്കായി നിയമിക്കുന്നതിന് തുല്യമല്ലേ ഇത്? സിൻഡിക്കേറ്റ് മെമ്പർ സ്ഥാനം മോശമാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനേക്കാൾ എത്രയോ ഉന്നതമായിട്ടുള്ള സ്ഥാനത്തിരിക്കേണ്ട ഒരു മനുഷ്യനായിരുന്നു ശശികുമാർ സാറ്. ആ ശശികുമാർ സാറിനെ സിൻഡിക്കേറ്റ് മെമ്പർ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. വളരെ ദയനീയമായി പോയി എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല. VSൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യൻ എന്ന് അവകാശപ്പെടുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം VSനൊരു പിൻഗാമിയുണ്ടായി, ഒരു പിന്മുറക്കാരനുണ്ടായി എന്ന് കാണുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ തീരുന്നതിന് മുമ്പ് എനിക്ക് ആശംസിക്കാനുള്ളത് ശശികുമാർ സാറ് ഒരു സിൻഡിക്കേറ്റ് മെമ്പറായി ഒതുങ്ങരുത് എന്നാണ്. സിൻഡിക്കേറ്റിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ സിൻഡിക്കേറ്റ് മെമ്പറായിട്ട് വന്നിട്ടുള്ള ചെറുപ്പക്കാർ പിള്ളേരെ ഏൽപ്പിക്കണം. ശശികുമാർ അവിടെ ഇരുന്നു കൊണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് തെറ്റായിട്ടുള്ള പ്രവണതകൾക്കെതിരായിട്ടുള്ള തൻ്റെ പോരാട്ടം തുടരണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എനിക്ക് ഈ ഭരണകൂടത്തോട് പറയാനുള്ളത്, വ്യക്തിപരമായി എനിക്ക് പറയാനുള്ളത്, ശശികുമാർ RS ശശികുമാർ എന്ന് പറഞ്ഞ ആ വലിയ പോരാളിയെ, പിണറായി വിജയനെതിരെ നിസ്തുലമായിട്ടുള്ള പോരാട്ടം ജീവിതവൃതമാക്കിയ ആ മനുഷ്യനെ നിർഭാഗ്യവശാൽ UDFിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം പരിഹസിക്കുകയാണ് ചെയ്തത്, അപഹസിക്കുകയാണ് ചെയ്തത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും സിൻഡിക്കേറ്റ് മെമ്പർ എന്നുള്ള നിലയിലും RS ശശികുമാറിൻ്റെ സേവനം കേരള സർവകലാശാലയ്ക്ക് മുതൽക്കൂട്ടായിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. RS ശശികുമാർ ഇനിയും പോരാട്ട വീതിയിൽ തുടരും എന്നെനിക്ക് യാതൊരു സംശയവുമില്ല. കാരണം പോരാട്ടം ജീവിതവ്രതമാക്കിയ ഒരു മനുഷ്യന് പോരാടാതെ ഒരു മിനിറ്റ് പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അത് തെളിയിച്ച ആളാണ് RS ശശികുമാർ. എന്ന് മാത്രമല്ല, VS നടത്തിയിട്ടുള്ള സമരത്തിന് സമാനമായിട്ടുള്ളൊരു സമരം അതാണ് ശശികുമാർ സാർ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. VS എന്ന് പറഞ്ഞാൽ വളരെ ലെജൻഡറി ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. ആരാണ് ശശികുമാർ? അദ്ദേഹത്തിന് ഒന്നുമില്ല. അദ്ദേഹം ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ്. ഒരു പേഴ്സണൽ സ്റ്റാഫുമില്ല, ഒന്നുമില്ല. പക്ഷെ അദ്ദേഹം നടത്തുന്ന ഐതിഹാസികമായിട്ടുള്ള പോരാട്ടങ്ങൾ ഇനിയും തുടരണമെന്നും അത് കേരളത്തിലെ നിസ്വരും ദരിദ്രരും ആയിട്ടുള്ള ജനങ്ങൾക്ക് അത് ഉപകാരപ്രദമായി വരുമെന്നുമുള്ള ഉറച്ച വിശ്വാസമാണ് എനിക്ക് ഈ വിഷയത്തിൽ പുലർത്താനുള്ളത്.